ഷിയാസ് സൽമാൻ കുട്ടിക്കൽ നമ്മളിപ്പോൾ എരുമേലിയുടെ മണ്ണിലാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു മുതലിനെ കാത്തു നിൽക്കുക. ആള് വരുന്നുണ്ട്. നമുക്ക് വന്നിട്ട് നേരെ വീഡിയോ ഇട്ട് പോവാം. അപ്പം നമ്മൾ ആ മുതലിനെ കണ്ടുപിടിച്ചു കേട്ടോ. ചേട്ടായിയേ, പേര് പറഞ്ഞില്ല. രാജൻ ചേട്ടൻ, രാജൻ പി സി. അപ്പം നമുക്ക് ബാക്കി വീഡിയോ ഇട്ട് പോവാം അല്ലേ, ബാക്കി കാര്യങ്ങളുമായിട്ട്. എന്താ പ്ലാൻ ഇപ്പോൾ? പള്ളി ഒന്ന് സ്കെച്ച് ചെയ്താലോ നോക്കാം. ഒരു സൈഡേ, ആ പള്ളിയുടെ ഒരു സൈഡ്, ബാബരി പള്ളിയുടെ സൈഡ് അല്ലേ. ഇവിടെ നല്ലൊരു വ്യൂ ഉണ്ടോ. രാജൻ ഇരിക്കുന്ന കണ്ടോണം, ബാബരി പള്ളിയുടെ വ്യൂ കണ്ടോണം. ഇതാണ് രാജേട്ടൻ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. നല്ല തിരക്കാണ്, ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ എല്ലാം തിരക്കിൽ നിന്ന് മാറി നമുക്ക് വേണ്ടി രാജേട്ടൻ ഈ പള്ളിയുടെ ഒരു വ്യൂ വരയ്ക്കുക കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് രാജേട്ടൻ വരയ്ക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ. ഇപ്പോൾ രാജേട്ടൻ വരയ്ക്കുന്ന ഫുള്ള് വീഡിയോ ഞാൻ ഇട്ടാൽ നിങ്ങൾക്ക് എന്താ പറയുക, നമ്മുടെ സമയം ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് വര കഴിഞ്ഞ് ഞാൻ കാണിക്കാം. എങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഇരിക്കുന്ന വ്യൂവും കാര്യങ്ങളും നോക്കണം. അപ്പോൾ നമ്മളെ പരിപാടി കണ്ട് 2-3 അണ്ണന്മാർ വന്ന് ഇപ്പോണ്ട് കേട്ടോ. എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ല. പള്ളിയുടെ ലൈവ് പടം 2 മിനിറ്റ് കൊണ്ട്. ആ കണ്ടോ, ഇത് ഫോട്ടോ, പള്ളിയുടെ ഫോട്ടോ, പള്ളി അല്ലേ, പക്ക അല്ലേ, അതേ കണ്ടീഷൻ തന്നെ കണ്ടോ. മാഷാ അല്ലാ. അപ്പോൾ ഒരണ്ണനെ കൂടെ കണ്ടു, എന്നെ വരയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണനും കൂടെ പറയുമോ, ഒരുപാട് വർഷം അണ്ണനെ കണ്ട ഒരു ഫോട്ടോ അണ്ണനെ കൂടെ വരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലൈവ് വരച്ചേക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാണാം കേട്ടോ. എന്നാലും അല്ലേ, ഇപ്പോൾ എത്ര നാളായി പള്ളിയുടെ ഫോട്ടോ വരച്ചത്? എത്ര നാളായി? ചെറുപ്പത്തി വരച്ച. അപ്പോൾ എന്തായാലും നമ്മളെ കൊണ്ട് ആ ഒരു കാര്യം സാധിച്ചു. കാരണം ഒരുപാട് വർഷങ്ങൾ കൂടി ഒരു ഫോട്ടോകൾ വരയ്ക്കാൻ സാധിച്ചു കേട്ടോ. ഒന്ന് വരച്ചേക്കാം. തിരിച്ചു വരയ്ക്കാം. ഇവിടെ ഇരിക്കണം. നീ പെട്ടെന്ന് ബാക്കി അപ്പോൾ നമ്മൾ വരച്ചിട്ട് കാണിക്കാം. എന്നാ അറിയോ, ഒരുപാട് എന്താ വീഡിയോ വരുമ്പോഴേ അല്ലേ. അതെവിടെയാ ഞെക്കിയത്? വരയ്ക്കാൻ പോകണോ?
കണ്ടല്ലോ 2 മിനിറ്റ് കൊണ്ട് ലൈവ് ഫോട്ടോ. അപ്പം നിങ്ങളുടെ 2 മിനിറ്റ് എടുത്തില്ല അല്ലേ? 2 മിനിറ്റ് എടുത്തോളൂ. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി, വെഡിങ് ആനിവേഴ്സറി, നിങ്ങളുടെ ആരുടെ ഫോട്ടോ വേണേലും എൻ്റെ പൊന്നാൻ കട്ടുള്ളത് ഇതുപോലെ അടിപൊളിയായിട്ട് 2 മിനിറ്റ് കൊണ്ട് വരച്ചു തരാൻ നമ്മുടെ മുത്തുമണിയെ സമീപിച്ചോ. നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാക്കാം. അപ്പോൾ കണ്ടല്ലോ, ശരിക്കും നിങ്ങൾ വരയ്ക്കുന്നതിൻ്റെ പേരെന്ന് പറയുമോ? പെൻ സ്കെച്ചാണ്, പേന വെച്ചുള്ള വര. പേന വെച്ചുള്ള വര. അന്നേരം ഓൺ ദ സ്പോട്ടിൽ കാണുന്നത് വരയ്ക്കുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലെ മൈൻഡിൽ കാണാവുള്ളൂ. നോക്കൂ, വരച്ച കുറേ ഫോട്ടോസ്. സുരേഷ് ഗോപി, ബാക്കി നിങ്ങൾ പറയും ആരാന്നൊക്കെ അല്ലേ? വരച്ചിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരാമെന്ന് തോന്നുന്നു. സൂപ്പർ. അപ്പം ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നമുക്ക് വാട്സാപ്പിൽ ഫോട്ടോ അയച്ച് നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റുമോ? പിന്നെ കൊടുക്കാം അല്ലേ? അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ ഫോട്ടോ അയച്ചു തന്നാൽ ആൾ വരച്ചു തരും കേട്ടോ. നിങ്ങളുടെ എന്താ പറയുക, അഡ്രസ്സോ കാര്യങ്ങളോ അയച്ചു തന്നാൽ അതിൽ പറയല്ലേ, അയച്ചു തന്നാൽ ആൾ അയച്ചു തരും കേട്ടോ. പടങ്ങൾ കണ്ടല്ലോ. ഇത് മുഴുവൻ കണ്ടാൽ ചിലപ്പോൾ ഇന്ന് രാത്രി കിടന്ന് ഉറക്കം നടക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുവാണ്, കലാകാരന്മാർ അംഗീകരിക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്ത് വന്നെടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ആൾക്കാർ കാണുക, നെഞ്ചിലേറ്റി ആളെ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾക്ക് ഫോട്ടോ എന്ത് വേണമെങ്കിലും വാട്സാപ്പിൽ അയച്ചു കൊടുത്താൽ ആൾ അയച്ചു തരും. പിന്നെ നിങ്ങൾ നേരിട്ടാണെങ്കിൽ ഡയറക്റ്റ് അന്നേരമുള്ള ലൈവ് ഫോട്ടോ അല്ലേ? വാ, ഓക്കെ അല്ലേ? ഒരുപാട് നന്ദി. അപ്പോൾ എന്താ പരിപാടി ഇപ്പോൾ? ഞാൻ അധ്യാപകനാണ്, ചിത്രകലാധ്യാപകനാണ്. എവിടെ? സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുവന്താനം അല്ലേ? അതെ.